നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ ലക്ഷ്യമിട്ട കൺസ്യൂമർ ഫെഡിലും സപ്ലൈകോയിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടിയത് സാധാരണക്കാരന് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഓണം റംസാൻ സമ്മാനം കണക്കെയാണ് നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വില ഉയർന്നിരിക്കുന്നതെന്ന് ആക്ഷേപം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഓണം റംസാൻ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ സഹകരണ വിപണിയിൽ അടക്കം ഓണ മാർക്കറ്റുകൾ തുടങ്ങുന്നതിനിടയിലാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയുയർത്തി സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നത്. മാവേലി ഉൾപ്പെടെ സപ്ലൈകോയുടെ മുഴുവൻ വിൽപ്പനശാലകളും നീതി സ്റ്റോർ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ഫെഡിൽ വിൽപ്പനശാലകളിലും ജയ, കുറുവ, മട്ട, പച്ചരി എന്നിവയ്ക്ക് വ്യാഴാഴ്ച മുതൽ 21 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡിൽ ഇനി ഈ മൂന്നിനങ്ങൾക്കും 19 രൂപയാണ് മുമ്പ് നൽകേണ്ടിയിരുന്നത് എങ്കിൽ 2 രൂപ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. സപ്ലൈകോയിലാകട്ടെ മട്ടയ്ക്ക് 16ഉം കുറുവയ്ക്ക് 19ഉമായിരുന്നു. പച്ചരിക്ക് ജൂലൈ 1 മുതൽ സപ്ലൈകോയിൽ 16ൽ നിന്ന് 21 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സപ്ലൈകോ ബോധന അരിക്ക് 25 രൂപ 60 പൈസയായിരുന്നത് 28 രൂപ 30 പൈസയാക്കി ഉയർത്തി. കൺസ്യൂമർ ഫെഡിൽ 39 രൂപയും സപ്ലൈകോയിൽ 40 രൂപയുമായിരുന്ന ചെറുപയറിന് രണ്ടിടത്തും 55 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. പഞ്ചസാരയ്ക്ക് മുൻപ് 25 രൂപയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇനി 26 രൂപ നൽകണം. കടലയ്ക്ക് കൺസ്യൂമർ ഫെഡിൽ 42ൽ നിന്ന് 45 രൂപയാക്കിയപ്പോൾ സപ്ലൈകോയിൽ 44 രൂപയായി. 36 രൂപയായിരുന്നു ഉഴുന്നിന് രണ്ടിടങ്ങളിലും ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഇത് 42 രൂപയായി. വൻപയർ 26.50 രൂപയിൽ നിന്ന് 35 ആക്കിയിരിക്കുകയാണ്. മല്ലിക്ക് 49 രൂപയിൽ നിന്ന് 50 രൂപയും മുളകിന് 45 രൂപയിൽ നിന്ന് 55 രൂപയുമാക്കി ഉയർത്തിയിരിക്കുകയാണ്. തുവരപ്പരിപ്പിന് 34ൽ നിന്ന് 11 രൂപ വർദ്ധിപ്പിച്ച് 45 രൂപയാക്കി ഉയർത്തി. സബ്സിഡി ഇനങ്ങളായിരുന്നു രണ്ടിടത്തെയും ആകർഷണമെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിലയാണ് ഈ സ്ഥാപനങ്ങളെ വേറിട്ട സ്ഥാപനങ്ങളാക്കി മാറ്റി നിർത്തുന്നത്. മറ്റ് സാധനങ്ങളുടെ വില പൊതുവെ വിപണിയിലേതിന് തുല്യവും ചിലതിന് കൂടുതലുമാണെന്നും ആക്ഷേപം ശക്തമായി ഉയർന്നിട്ടുണ്ട്. സർക്കാരിന്റെ മികച്ച ഇടപെടലുകൾ ഉണ്ടായാലും ആഘോഷകാലത്ത് പൊതുവിപണിയിൽ വിലക്കയറ്റം സ്വാഭാവികമാണ്. സർക്കാർ തന്നെ വില ഉയർത്തിയതിനാൽ പൊതുവിപണിയിൽ ഉണ്ടാകാനിടയുള്ള വിലക്കയറ്റം അമ്പരിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പോൾ നൽകുന്ന സൂചന. സബ്സിഡി ഇനങ്ങൾ പരിമിതമായേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അരി ഉൾപ്പെടെ പല സാധനങ്ങളും ആവശ്യത്തിന് ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. പഞ്ചസാര കാർഡൊന്നിന് 1 കിലോയാണ് നൽകുക എന്നിരിക്കെ തുച്ഛമായ ഇളവിനായി ക്യൂ നിന്ന് നേരം കളയാതെ പൊതുവിപണിയിലേക്ക് നീങ്ങാനാവും ഭൂരിപക്ഷവും തയ്യാറാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം ഉയർത്തിയിരിക്കുന്ന സാഹചര്യമെന്നും വിലയിരുത്തപ്പെടുന്നു.